ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. നമുക്ക് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ആദ്യമായി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 4 തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യാം. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 3 ഇല്ലി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബീട്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരും. എന്നിട്ട് അതൊന്ന് മൂടി വെക്കാം. നന്നായി ഒന്ന് വേവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോസിൻ്റെ അതേ ടേസ്റ്റാണിതും, ഒരു വ്യത്യാസവും ഇല്ല. അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വിനേഗർ ആഡ് ചെയ്യാം. ഇനി വറ്റിച്ച് കൊടുക്കാം. നിങ്ങളെ പഴയ വീഡിയോസൊക്കെ കാണുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കാണണം. ഇപ്പോൾ നന്നായി ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ഇട്ടെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണമെന്നാണ്. ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ബീട്രൂട്ട് എടുക്കുന്ന സമയത്ത് തന്നെ അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ആ പട്ട എടുത്ത് മാറ്റാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. ഒന്ന് ചൂടറിയതിന് ശേഷം ഞാനത് മിക്സിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. ഇതെല്ലാം ഒന്ന് അരിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.